ഹലോ ഗായ്സ്, ഒരു പാതിരാത്രി പെട്ടെന്നുള്ളൊരു സിനിമയ്ക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ സിമ്പിൾ മേക്കപ്പാണ് കേട്ടോ. ഞാൻ എപ്പോഴും മേക്കപ്പ് യൂസ് ചെയ്യുന്നതിന് മുമ്പ്, മേക്കപ്പ് ആയാലും മോയ്സ്ചറൈസർ ആയാലും യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ക്ലീൻ ചെയ്യാറുണ്ട്. ഇത് പ്ലമ്മിൻ്റെ ടോണറാണ്. ഞാൻ എപ്പോഴും സൺസ്ക്രീൻ ആയാലും മോയ്സ്ചറൈസർ ആയാലും ഇടുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യും. കാരണം എൻ്റേത് ഓയിലി സ്കിൻ ആയതുകൊണ്ട് എപ്പോൾ നോക്കിയാലും മുഖക്കുരുവും കറുത്ത പാടുകളുമാണ്. ഇത് മാറാനായിട്ട് ഒത്തിരി ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ നടക്കുന്ന കാര്യമല്ല. ഓയിലി ഫുഡ് അവോയ്ഡ് ചെയ്താലും അത്രയ്ക്കൊന്നും മാറാനൊന്നും പോകണമെന്നില്ല. കാരണം എൻ്റെ കയ്യും കൂടെ നേരവേ ഇരിക്കണം. എനിക്ക് മുഖക്കുരു വന്നാൽ എന്തോ ഒന്ന് കൈ അങ്ങ് തരിപ്പാണ്, അത് പൊട്ടിക്കാനുള്ളൊരു ത്വര. അതുകൊണ്ട് മുഖത്ത് ഏകദേശം കുറേയധികം കറുത്ത പാടുകളുണ്ട്. അതിനുശേഷം ലിപ് ബാമാണ്. ഇതിപ്പോൾ ഞാൻ റീസെൻ്റ്ലി യൂസ് ചെയ്യുന്ന ലിപ് ബാമാണ്. കുറച്ച് യൂസ് ചെയ്യട്ടെ, കാരണം എൻ്റെ നല്ല ഡാർക്ക് ലിപ്പാണ്. കാരണം ഒരു അമ്മ പറയുന്നത് കേൾക്കാം, 3 വയസ്സ് മുതൽ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു പ്രാന്ത് എനിക്ക് കുഞ്ഞിലേ തൊട്ടേ ഉണ്ടെന്ന്. അതുകൊണ്ട് ചുണ്ടിൻ്റെ കാര്യത്തിൽ പറയണ്ട, നല്ല കറുത്തിരിക്കുകയാണ്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ ന്യൂട്രിഡെർമിൻ്റെയാണ്. അതിപ്പം ഒരു 1 ഇയറായി യൂസ് ചെയ്യുന്നു. നല്ലൊരു മോയ്സ്ചറൈസറാണ്. ഈ ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ഇട്ടാലും തന്നെ പെട്ടെന്ന് നമ്മളങ്ങ് സെറ്റാവും. അതിപ്പോൾ സൺസ്ക്രീൻ ആയാലും മോയ്സ്ചറൈസർ നമ്മൾ പെട്ടെന്ന് തന്നെ അങ്ങ് വിയർക്കുന്നതിലോട്ട് പോകും കേട്ടോ. അതാണ് എൻ്റെ ഒരു കുഴപ്പം. അതുകൊണ്ട് ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി എടുക്കത്തുള്ളൂ. പെട്ടെന്ന് അങ്ങ് വിയർക്കുമ്പോഴത്തേക്ക് എന്തോ ഒരു വല്ലാതെയാണ്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് സൺസ്ക്രീനാണ്. സൺസ്ക്രീൻ ഇത് ലാഷീൽഡിൻ്റെയാണ്. നല്ലൊരു സൺസ്ക്രീനാണ് സത്യം പറഞ്ഞാൽ. ഞാൻ കുറേ നാളുകൊണ്ട് തപ്പി നടന്ന് കിട്ടിയതാണ്. നല്ലൊരു സൺസ്ക്രീനാണ്. കുറച്ചിട്ടാൽ മതി. ഞാൻ കുറച്ച് എമൗണ്ട് എടുക്കത്തുള്ളൂ. നേരത്തെ പറഞ്ഞില്ലേ, പെട്ടെന്ന് അങ്ങ് വിയർത്തൊലിക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ ഇത് നല്ലൊരു സൺസ്ക്രീനാണ്. നമുക്ക് മുഖത്തിട്ടാൽ തന്നെ ഒരു എന്താ പറയുന്ന ഒരു ഗ്ലേസിങ് പോലെ തോന്നാറുണ്ട്. നമുക്ക് പെട്ടെന്നൊരു ചേഞ്ച് വന്നാൽ ഞാനിത് രാവിലെയും യൂസ് ചെയ്യാറുണ്ട്. ഒരു സ്കിൻ റുട്ടീൻ പോലെയൊക്കെ ചെയ്യണമെന്നുണ്ട്, എന്നാലും തോന്നുന്ന സമയത്തൊക്കെ ഇടാറുണ്ട്. പക്ഷേ ഇത് നല്ലൊരു സൺസ്ക്രീനാണ്. പുതുതായിട്ട് ഫസ്റ്റ് ആരെങ്കിലും യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ല ഒരു ബെറ്റർ ഓപ്ഷൻ. കാരണം ഓയിലി സ്കിന്നുകാർക്ക് ഇത് നല്ലൊരു സൺസ്ക്രീനാണ്. നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പെട്ടെന്ന് ഒരു വൈറ്റ് കാസ്റ്റോ അങ്ങനെയൊന്നും തോന്നാത്ത ഒരു സൺസ്ക്രീനാണിത്. പിന്നൊരു കാരണവശാലെന്ന് വെച്ചാൽ നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാനൊരു മൂസാണ്, ലാക്മിയുടെ മൂസാണ് യൂസ് ചെയ്തത്. ഇതിന് ഒരുപാട് നേരമൊന്നും ലോങ് ലാസ്റ്റ് ഒന്നും ചെയ്യത്തില്ല. ഞാൻ കുറച്ച് എമൗണ്ട് എടുക്കത്തുള്ളൂ. പിന്നെ പാതിരാത്രി സിനിമയ്ക്ക് പോകുന്നതുകൊണ്ട് ആരും നമ്മൾ അധികം ശ്രദ്ധിക്കാത്തതുകൊണ്ടും കുറച്ച് ഒരു ജസ്റ്റ് ആ കറുപ്പ് ഷെയ്ഡൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ കുറച്ച് എമൗണ്ടിൽ ഇടുന്നുള്ളൂ. ഇത് വലുതായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യാത്തതാണ്. നമ്മൾ ഒന്ന് പൗഡറും അങ്ങനെ ഒന്നും യൂസ് ചെയ്യാത്തവർക്ക് പെട്ടെന്ന് അങ്ങ് ബ്ലെൻഡ് ആവുകയും ചെയ്യും. പെട്ടെന്ന് ബ്ലെൻഡ് ആവും. അതാണ് ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്. കണ്ടോ, പെട്ടെന്ന് നമ്മൾ ഒരുപാടിട്ട് തേച്ച് പിടിപ്പിക്കേണ്ട അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല. പെട്ടെന്ന് റെഡിയാവാം. നമ്മളെ വീട്ടിലൊക്കെ എന്ന് വെച്ചാൽ 5 മിനിറ്റിനകം റെഡിയാവേണ്ട പരിപാടികളാണ്. പിന്നെ ഇതെൻ്റെ ഐബ്രോ ആണ്. തീരാറായി. വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ആയിരുന്നു അത്. പിന്നെ ഞാനിങ്ങനത്തെയൊക്കെ വേലത്തരങ്ങളെ കാണിക്കുന്നു. ഇത് പെട്ടെന്ന് നമുക്ക് ഐബ്രോസിന് നല്ലൊരു ഐബ്രോ പെൻസിലാണ്. കാരണം നമ്മുടെ ഡാർക്ക് യൂസ് ചെയ്യുന്നതിനേക്കാളും ബ്രൗൺ കളർ യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു ബെറ്റർ ആയിരിക്കും. ഇത് പഴയ ഒരു മസ്കാരയുടെ ബ്രഷ് ഞാൻ എടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മളെപ്പോഴും ഐബ്രോ ചെയ്താലും ഒന്ന് ചീകിയിട്ട് കഴിയുമ്പോൾ അത് നല്ലൊരു ഫിനിഷിങ് കിട്ടുകയും ചെയ്യും, നല്ല വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും. പെട്ടെന്ന് പെൻസിലെടുത്ത് വരയ്ക്കുമ്പോൾ എന്തോ ഒരു വല്ലാതിരിക്കും, ചെറിയതുപോലെ പിരികം അങ്ങ് ചെറുതായിട്ട്. ഇതാകുമ്പം നന്നായിട്ട് ചീകിയിട്ട് വയ്ക്കുമ്പോൾ നല്ല വീതിക്ക് പിരികം വരികയും ചെയ്യും, നല്ല വിടർന്ന് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ആയിട്ട് ഇരിക്കുകയും ചെയ്യും. പിന്നെയെന്ന് വെച്ചാൽ ലിപ്പ് ലൈനറാണ്. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ആണ്. കാരണം നമ്മൾ ഏത് കളർ, ഇതൊരു മെറൂൺ കളർ നമ്മുടെ കയ്യിൽ എപ്പോഴും അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. ഏതൊരു ലിപ്സ്റ്റിക്കിൻ്റെ കൂടെയും ഇത് ജോയിൻ്റ് ആയിട്ട് പോകും. ഇപ്പം ലൈറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുകയാണെങ്കിലും ഡാർക്കായിട്ടുള്ള ലിപ്സ്റ്റിക്ക് ആണെങ്കിലും ഇതിൻ്റെ കൂടെ ആകുമ്പോൾ ഒന്ന് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ പോകുന്ന ഒരു മാർസിൻ്റെ ലിപ്പ് ലൈനറാണെന്ന് തോന്നുന്നു. അത് എൻ്റെ കയ്യിൽ 2-3 ലിപ്പ് ലൈനേഴ്സ് ഉണ്ട്. അത് മാർസിൻ്റെയാണ് എപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക്ക് ഇത് ഞാൻ ഓർക്കുന്നില്ല ഏതാണെന്ന്, ഞാനത് കൊടുത്തേക്കാം. പക്ഷേ ഇത് നല്ലൊരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ്. ഞാൻ എപ്പോഴും സംഭവം തീർന്നു. പക്ഷേ ഞാൻ 2-3 എടുത്ത് ഇത് മെബിലിൻ്റെ ലിപ്സ്റ്റിക്കാണിത്. മെബിലിൻ ലിക്വിഡ് ലിപ്സ്റ്റിക്ക്. ഈ ഷെയ്ഡ് മാത്രം എനിക്ക് കിട്ടിയില്ല. ഞാൻ ലുലുവിലും ഒക്കെ തിരക്കിയാണ്, പക്ഷേ അവരിപ്പം ഇറക്കുന്നില്ലെന്നാണ് പറയുന്നത്. പക്ഷേ അത് നല്ലൊരു ഷെയ്ഡാണ്. എല്ലാവർക്കും ഡാർക്ക് ആയാലും മീഡിയം ആയാലും ഫെയർ ആയാലും എല്ലാവർക്കും ജോയിൻ്റ് ആവുന്ന ഒരു കളറാണ് ആ ലിപ്സ്റ്റിക്ക്. ഭയങ്കര നല്ലൊരു ബ്രൈറ്റ്നെസ് നമ്മുടെ ഫേസിന് തോന്നും. പിന്നെന്താ, എപ്പോഴും വേണമെങ്കിലും ഇപ്പോൾ ഫംഗ്ഷൻ ഒന്നുമില്ല, അല്ലാതെ നാച്ചുറലി നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതാണ് ആ ലിപ്സ്റ്റിക്കിൻ്റെ ഉപയോഗം. പിന്നെ ഞാൻ ഹെയർ ഇങ്ങനെയാണ് കൂടുതലും കെട്ടാറ്. കൂടുതലും മുടി അഴിച്ചിട്ടുമ്പോൾ മുടി പൊട്ടും എന്നുള്ളൊരു ഇതൊന്നും പോരാത്തതിന് എനിക്ക് ചൂട് സഹിക്കാൻ പറ്റാത്ത ഒരാളാണ്. അപ്പോൾ ഞാൻ കൂടുതലും മുടി എപ്പോഴും ഇങ്ങനെ കെട്ടാനാണ് ഇഷ്ടപ്പെടുന്നത്. പിന്നെന്താ, ഇപ്പോൾ ഏകദേശം എല്ലാം കഴിഞ്ഞു. പിന്നെ കണ്ണൊന്നും വരയ്ക്കുന്നില്ല. കാരണം രാത്രി 10:30 ഷോയ്ക്ക് എന്തിനാണ് കണ്ണൊക്കെ വരച്ചുകൊണ്ട് പോകുന്നതെന്ന് വെച്ചിട്ട്. പിന്നെ എന്തോ പറഞ്ഞാലും ചത്തു കുത്തിയിരുന്നാലും ലിപ്സ്റ്റിക്ക് ഇടും. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ പിരികം വരയ്ക്കും. കണ്ണ് ഞാൻ അധികം വരില്ല. ഓക്കെ, ബായ്.